ആരായത്? അന്നാമ്മച്ചെടുത്തിയോ? എങ്ങോട്ടാ ഇത്ര ധൃതിയിൽ? ഓ, ഒന്നും പറയണ്ട. ഞാൻ അച്ഛനെ തന്നെ ഒന്ന് കാണാൻ ഇറങ്ങിയതാ. ആഹാ, എന്നത്തിനാ? അച്ഛാ, എനിക്കൊരു സംശയം. എന്നതാ? സ്വർഗത്തിൽ വൈഫൈ കിട്ടുമോ? എന്താ ഇപ്പം അങ്ങനെ ഒരു സംശയം? അതൊക്കെ പറയാം, ഇതിപ്പോൾ പറ. അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പള്ളിയിൽ വരുന്നവരും കൂടെ ഉണ്ടാവില്ലായിരുന്നു. എല്ലാം വാട്സാപ്പിലൂടെ ആയേനെ. അങ്ങനെ ഒന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നന്നായി. എൻ്റെ ഭർത്താവുണ്ടല്ലോ, ഏത് നേരവും ഫോണില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് തുടങ്ങും. ഇപ്പതേ ബാത്റൂമിൽ വൈഫൈ കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ബൂസ്റ്റർ മേടിച്ച് വെച്ചേക്കുക. അത് കൊള്ളാമല്ലോ. അപ്പോൾ പ്രാർത്ഥനയൊക്കെയോ? ആ, അതും ഇപ്പോൾ ഫോണിലാന്നേ. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എങ്ങാനും ഫോൺ വൈബ്രേറ്റ് ചെയ്താൽ അപ്പം കർത്താവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വിട്ടിട്ട് വാട്സാപ്പിലോട്ട് കയറും. അപ്പോൾ വന്ന് കർത്താവ് ഇപ്പോൾ കോൾ വെയിറ്റിങ്ങിലായോ? ചുമ്മാതെയല്ല, പുള്ളിയെ ഇപ്പോൾ പള്ളിയിലോട്ടൊന്നും കാണാത്തത്. ഓ, ഒന്നും പറയണ്ട. എല്ലാത്തിനും കാരണം കോവിഡാ. അതെന്നാ? ഓ, കോവിഡ് കാലത്ത് പള്ളിയിൽ പോകത്തില്ലായിരുന്നല്ലോ. യൂട്യൂബിലൂടെ അല്ലായിരുന്നോ കുർബാന? അങ്ങേർക്കിപ്പോൾ അത് മതി. ചോദിച്ചാൽ പറയും തൂണിലും തുരുമ്പിലും ദൈവം ഉണ്ടെന്ന്. ഓ, പൗലോ ചേട്ടനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം എല്ലാവർക്കും അങ്ങനെയുള്ള തോന്നലായി. ആന്നേ, ഇന്ന് ശുഭക്കോനമായിട്ട് പോലും പള്ളിയിൽ ആളില്ലായിരുന്നല്ലോ. ശരിയാന്നേ. കോവിഡിന് ശേഷം ഇപ്പം ഇങ്ങനെയാ. പണ്ടൊക്കെ എല്ലാ ഞായറാഴ്ചകളിലും എത്രമാത്രം ജനങ്ങൾ ദേവാലയത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആർക്കും ദേവാലയത്തിൽ വരാൻ സമയമില്ല. എല്ലാവരും മറ്റൊരു ലോകത്തിലാണ്. ശരിയാച്ചു. ചേട്ടത്തിക്കറിയാവോ ദൈവത്തെ മറന്നാലുള്ള കുഴപ്പം? അബ്രഹാമും ലോത്തും കൂടി ഒന്നിച്ചിറങ്ങി പുറപ്പെട്ടതാ. അബ്രഹാം എവിടെ കൂടാരമടിച്ചാലും അവിടെ ദൈവത്തെ ആരാധിച്ചു പോന്നു. ലോത്തോ സമ്പത്തിൻ്റെയും ലൗകികതയുടെയും പുറകെ പോയി മ്ലേച്ഛന്മാരുടെയും മദ്യപാനികളുടെയും നഗരമായ സോദോം ഗോമോറയിലും എത്തിച്ചേർന്നു. അതുതന്നെ ഈ സമൂഹത്തിലും സംഭവിക്കുന്നത്. നമുക്ക് ചുറ്റും നോക്കിയാൽ കാണാം. ശരിയാച്ചു. ലോകവുമായുള്ള കണക്ഷൻ നല്ലതാണ്, അത് വേണ്ട എന്നല്ല. പക്ഷെ ദൈവവുമായിട്ടുള്ള ഡിസ്കണക്ഷൻ ആകരുത്.